ഹായ് ഗേസ്, നമസ്കാരം. കുറെ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഷോർട്സുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. ഈ വേനൽക്കാലത്ത് പാമ്പുകൾ അവരുടെ വാസസ്ഥലത്ത് നിന്ന് പുറത്തു വരുന്നത് മാളത്തിലെ ചൂട് കൂടുതൽ കൊണ്ട് മാത്രമല്ല, ഈ സീസണിലാണ് അവരുടെ പ്രജനന പ്രക്രിയയുടെ ഫസ്റ്റ് സ്റ്റേജ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് തങ്ങളുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്തു വരിക തന്നെ വേണം. ഗേസ്, ഓരോ പാമ്പിന്റെയും വിഷം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിന്റെയും വ്യാപിക്കുന്നതിന്റെയും സമയം വ്യത്യസ്തമാണെങ്കിലും ഇതൊരു സ്പീഡായിട്ടുള്ള ആക്ഷനാണ്. പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം എത്രയും പെട്ടെന്ന് ആന്റിവെനമുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നതുപോലെ തന്നെ മനഃശാസ്ത്രപരമായ ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്, നമ്മളെയാണ് പാമ്പ് കടിച്ചതെങ്കിൽ നമ്മൾ ഒരിക്കലും പാനിക്കാവരുത്. മറ്റാരെങ്കിലുമാണ് പാമ്പ് കടിച്ചതെങ്കിലും നാം അവരെയും പാനിക്കാക്കരുത്, പേടിപ്പിക്കരുത്. നമ്മുടെ ഭയവും വെപ്രാളവും ഒക്കെ കണ്ടിട്ട് രോഗി പാനിക്കായാൽ ദോഷമായി ഭവിക്കും. എങ്ങനെയെന്നറിയോ? അതിശക്തമായ ഭയത്താൽ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടാം. അഡ്രിനാലിൻ എന്ന് പറയുന്ന സാധനം ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഒരു ടെൻഷനും ഒരു ഭയവും ഉണ്ടാകുമ്പോൾ ബ്രീത്തിങ് വേഗത്തിലാവുകയും നമ്മുടെ രക്തക്കുഴലുകൾ ചുരുങ്ങാനിടയാവുകയും ചെയ്യുന്നു. മനസ്സിലായോ? ഈ അനാരോഗ്യകരമായ സ്റ്റേജ് ഒരിക്കലും, പ്രത്യേകിച്ച് പാമ്പ് വിഷമേറ്റിരിക്കുന്ന ഈ ഇത്ര ക്രിട്ടിക്കലായ സ്റ്റേജിൽ, ഒട്ടും നല്ലതല്ല. രോഗിക്ക് സ്ട്രെസ്, ഫിയർ ഇതൊന്നും കൊടുക്കാതെ റിലാക്സ്ഡ് ആക്കി വെക്കുക എന്നുള്ളതാണ് ചുറ്റുമുള്ള ആൾക്കാർ ചെയ്യേണ്ട ഏറ്റവും വലിയ ചാരിറ്റി. ഗേസ്, കല്ലെടുക്കുകളോ പൊന്തൻ കാടുകളോ ഒക്കെ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായ ചില മാർഗങ്ങൾ ഇതാണ്. വെളുത്തുള്ളി അരച്ച് കലക്കിയ വെള്ളം, അല്ലെങ്കിൽ മണ്ണെണ്ണ, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന ഫിനൈൽ ഒക്കെ ഡൈലൂട്ട് ചെയ്ത് അതിന് ചുറ്റുമൊക്കെ വല്ലപ്പോഴും തളിക്കുക. പിന്നെ ഭക്ഷ്യവസ്തുക്കൾ വലിച്ചെറിയുമ്പോൾ അത് തിന്നാൻ എലികൾ പതിവായി അവിടെ വരും. അത് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് എലിയെ തിന്നാൻ പാമ്പും പതിവായി വരും. പാമ്പിനെ കൊല്ലുന്നതിന്റെ മുന്നോടിയായി നമ്മുടെ പരിസരങ്ങളിൽ നിന്നുള്ള എലിയെ, പെരിച്ചാഴിയെ ഒക്കെ ആദ്യം നീക്കണം. ഗേസ്, നാം വളർത്തുന്ന നായി, പൂച്ച തുടങ്ങിയ ചങ്ങാതിമാരും പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടിച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുവന്ന് കട്ടിലിനടിയിലും വിറകിന്റെ ഇടയിലും ഒക്കെ കൊണ്ടുവയ്ക്കും. അതും സൂക്ഷിക്കണം. എന്തായാലും ദൈവം നമ്മളെയൊക്കെ കാക്കട്ടെ ഗേസ്. എനിക്ക് ഇത്രയൊക്കെ പറഞ്ഞു തരാനേ അറിയാവൂ കേട്ടോ ഗേസ്. ഓക്കെ, എന്റെ ഗേസ്, നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം കേട്ടോ.